എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്ന് ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ് ഷുഗർ. അപ്പോൾ ഷുഗർ ഇത് കാരണം വെച്ചാൽ ഞാൻ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഈ ഉണ്ട പിടിച്ച് കൊടുത്തപ്പോൾ 7 ദിവസം കഴിച്ചപ്പോൾ തന്നെ 400 നിന്നുള്ള ഷുഗർ 190 അങ്ങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഒട്ട് കാണുന്നുണ്ടേ. മെയിൻ ഉലുവയാണ്, 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ആശാളിയാണ്, അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് അയമോദകമാണ്, അതും നമുക്ക് അങ്ങാടി വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ സാദാ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ ശർക്കര എന്ന് വെച്ചാൽ 50 ഗ്രാം ശർക്കരയെ എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്രയും സാധനത്തിന് 50 ഗ്രാം. പിന്നെ ചുക്ക് പൊടിയാണ്, കരിഞ്ജീരകം, ഒരു 6-7 ഏലയ്ക്ക, പിന്നെ എള്ള്, തേങ്ങ, ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് കഴുകി വറുത്തെടുക്കണം. എടുത്ത് ഉണ്ട പിടിക്കുകയാണ് ചെയ്യുന്നത്, കാണിച്ചതേ. അപ്പോൾ എല്ലാവർക്കും ഇതേ കണക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇതിനൊക്കെ ചെറിയ രീതിയിൽ ആക്കി പിടിച്ച് വെച്ചിരുന്ന ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി, രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴും വേണമെങ്കിലും കഴിച്ചാൽ മതി, നല്ല മാറ്റം കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാം എത്ര വെച്ചാൽ 100 ഗ്രാം വെച്ച് കറക്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ല ചുമ്മാ അതങ്ങ് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല. എല്ലാം ഇതിപ്പോൾ 100 ഗ്രാം വീതം ഞാൻ കറക്റ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ 100 ഗ്രാം ഉണ്ടെങ്കിലും ചെറിയ ജീരകം മാത്രമേ 2 സ്പൂണാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാം 100 ഗ്രാം. കണ്ടില്ലേ, എല്ലാം എടുത്തേക്കുന്നത് 100 ഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നമുക്ക് എള്ള് ഇടാം, എള്ള് വറുത്തെടുക്കാം. കഴുകി ഉണക്കി വെച്ചാൽ എളുപ്പമാണ്. ഇത് ഞാനിപ്പോൾ കഴുകി ഞാൻ പെട്ടെന്നങ്ങ് വറുത്തെടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴുകി ഉണക്കിയൊക്കെ വെച്ചാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എള്ളൊക്കെ നല്ലോണം പൊട്ടുന്നുണ്ട്, കണ്ടില്ലേ. എളുപ്പം ഇത് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഷുഗറൊക്കെ ഉള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് വെച്ച് നോക്ക്, അടിപൊളിയാണ്. നല്ലോണം ഷുഗർ കുറയും കേട്ടോ. കണ്ടേ, ഇതെല്ലാം നല്ലോണം. മധുരം എടുക്കരുത്, മധുരം കുറച്ച് മാത്രം മതി. മധുരം അധികം എടുത്താൽ പിന്നെ അത് എള്ളുണ്ട പോലൊക്കെ ഇരിക്കും. ഒരിക്കലും മധുരം അധികം ഇടരുത്. ഇപ്പോൾ എന്താണ്ട് എള്ളൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ലോണം പൊട്ടി നല്ലോണം മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോൾ പൂപ്പലായിപ്പോൾ നനവെല്ലാം മാറി നല്ലോണം മുരിയണേ. എന്നിട്ട് മാത്രമേ എല്ലാം നമ്മൾ വറുത്തെടുക്കുന്നതെല്ലാം പച്ചമണം നല്ലോണം മാറണം. ഇനി നമുക്ക് ഉലുവ ഇടാം. ഉലുവ അതേപോലെ വറുത്തെടുക്കണം. നമുക്ക് ഉലുവ ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഏലക്കയും കൂടെ ഇടാം. ഉലുവ ഇച്ചിരി മൂത്ത് കിട്ടുമ്പോൾ ആ ഉലുവയുടെ കൂടെ തന്നെ നമുക്ക് ഏലക്കയും കൂടെ ഒരു 6 ഏലക്ക വേണം കേട്ടോ. എല്ലാം 100 ഗ്രാം അളവിന് എടുക്കണം, എന്നാലേ നമുക്ക് പിടിച്ച് വെച്ചിരുന്ന് 7 ഉണ്ടയോ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉലുവയും നമ്മുടെ ഏലക്കയും ഞാൻ വറുത്തിട്ടുണ്ട്, അത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ അയമോദകമൊക്കെ എളുപ്പം വറുത്തെടുക്കാം കേട്ടോ. അയമോദകം ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ജീരകവും കൂടെ ഇടാം. അയമോദകത്തിനൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. നമുക്കത് എളുപ്പം അതും നമുക്ക് വറുത്ത് മാറ്റാം. അപ്പോൾ ചെറിയ ജീരകവും അയമോദകവും നമ്മൾ ഇവിടെ വറുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ വറുക്കാൻ പോകുന്നത് കരിഞ്ജീരകമാണ്. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊട്ടിയില്ല, അതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കരിഞ്ജീരകവും നല്ലോണം മൂത്തിട്ടുണ്ട്, അതും നമുക്ക് മാറ്റാം.
ഇനി നമുക്ക് ആശാളി, ഇതെല്ലാം അങ്ങാടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതും കൂടെ വറുത്തെടുക്കാം. ആശാളി ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത്, രണ്ടിനും വെള്ളമയം ഉണ്ട്, കഴുകുമ്പോൾ ഒരു പശപ്പ് പോലെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ഇടാം. രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എളുപ്പം നല്ലോണം മൂത്ത് കിട്ടും. ഇതിപ്പോൾ ഷുഗറുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കും കേട്ടോ. പ്രതിരോധ ശക്തിയൊക്കെ കൂടാനും നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. വയറുവേദനയ്ക്ക്, ഗ്യാസിന്, ഇതിന് വേണ്ട എല്ലാത്തിനും നല്ല. അയമോദകമൊക്കെ ഉണ്ടല്ലോ, നല്ലതാണ് കേട്ടോ. ഷുഗറുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് കഴിക്കാം കേട്ടോ. പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക്, ഇത് എല്ലാവർക്കും എല്ലാം ഇത് കഴിക്കാം. നല്ലതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം ഉണ്ട്. അയമോദക നമ്മൾ ആശാളിയുടെ കൂടെ തന്നെ തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ വെള്ളം പിടിച്ച് രണ്ടും ഒരേപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. തേങ്ങയാണ് ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്താൽ മതി, ഫുള്ള് വേണ്ട കേട്ടോ. അപ്പോൾ അത് നല്ല വറുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ചുക്കാണ്. ചുക്ക് പൊടി ചേർക്കാം, അതല്ലെങ്കിൽ ചുക്ക് കഷ്ണം ചതച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. എൻ്റെ ഈ ചുക്ക് പൊടിയായിരിക്കുന്നത്. അത് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇറക്കിയാൽ മതി. പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഏതിൻ്റെങ്കിലും കൂടെ തന്നെ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ട് നമ്മുടെ തേങ്ങയും ആശാളിയും കൂടെ നല്ലോണം വറുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കിയിട്ട് അതിലൂടെ തന്നെ ചുക്കും കൂടെ ഇടാം. ചുക്ക് പൊടിയാണ്. ചുക്കുപൊടി ആ ചൂടിൽ തന്നെ ആ ചുക്കുപൊടിയും കിടന്ന് മൂത്തോളും, കരിഞ്ഞു പോകരുത്. ചുക്കുപൊടിയുടെ മണം നമുക്കറിയാൻ പറ്റും, കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ആശാളി തേങ്ങയും കൂടി വറുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ എല്ലാം കൂടി എടുത്തേക്കുന്ന ശർക്കര എന്ന് വെച്ചാൽ വേണ്ടേ, ഒരു 50 ഗ്രാം ശർക്കര മാത്രം എടുത്തേക്കുന്നത് കേട്ടോ. ഇത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അതുകൊണ്ട് ഇത് അലിയിച്ചൊന്നും എടുക്കണ്ട. ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടേ, എള്ള്, കരിഞ്ജീരകം, ആശാളിയും തേങ്ങയും, ഉലുവ, അയമോദകവും ജീരകവും, അതിൻ്റെ 2-3 ഏലയ്ക്ക, ചുക്ക് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കണം. മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ച് തണുക്കണം. ഇത് നമുക്ക് ഉണ്ട പിടിച്ചില്ലെങ്കിലും 2 സ്പൂൺ വീതം കോരി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ട പിടിക്കണമെങ്കിൽ ഉണ്ട പിടിച്ചെടുക്കാം. ശർക്കരയൊന്ന് പാനിയാക്കി ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് ഉണ്ട പിടിക്കാം. തണുക്കട്ട് ഞാൻ പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഷുഗർ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു ഉണ്ടയാണ് ഈ ഷുഗർ ഉണ്ട കേട്ടോ. ഉലുവയൊക്കെ നല്ലോണം ശരീരത്തിന് ചെന്നാലും നല്ലതാണ്. അതുകൊണ്ട് അയമോദകവും കരിഞ്ജീരകവും എല്ലാം നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഓരോന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഓരോ ഉപയോഗങ്ങളും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഒരൊട്ടും വെള്ളമയം കാണാത്ത ഒരു ജാറെടുക്കണേ. ജാറെടുത്തിട്ട് നമുക്ക് ഇത് അതിലോട്ടിടാം. അപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ പൊടിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞ് പൊടി കഴിക്കണ്ട, അതിനെക്കാട്ടി നല്ലത് ഉണ്ട മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ശർക്കരയൊന്ന് ഉരുക്കി ഒരേ ഒരു സ്പൂൺ വെള്ളത്തിൽ ഉരുക്കി ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോയി കേട്ടോ. ഉണ്ട മതിയെന്ന് പറയുന്നതുകൊണ്ട് ഞാനത് ഉണ്ടയാക്കാൻ തീരുമാനിച്ചേ. ഉരുക്കി കൊണ്ടുവരാം. ഒരു സ്പൂൺ. കാരണം ഈ പൊടി കഴിക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കര മധുരമൊന്നും ഇല്ലല്ലോ, ഇത്തിരി കയ്പുള്ളതാണ് ഇത് കേട്ടോ. അപ്പോഴത് കഴിക്കുമ്പോൾ നാക്കിലൊക്കെ ഇങ്ങനെ പരവരായിരിക്കുന്നത് കൊണ്ട് പൊടി വേണ്ട, ഉണ്ട പിടിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഞാൻ ശർക്കരയൊന്ന് ഉരുക്കിയാണേ. കണ്ടില്ലേ, ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കണം. അധികം വെള്ളം ആവരുത്. കണ്ടില്ലേ, അത് ഒരു 50 ഗ്രാം പോലും വേണ്ട ശർക്കര കേട്ടോ. ഇത്തിരി കയ്പോട് കൂടിയാണ് ഇത് കഴിക്കേണ്ടത്. ഞാൻ ചെറിയ കഷ്ണം ശർക്കരയെ എടുത്തിട്ടുള്ളൂ. ശർക്കര അല്ലെങ്കിൽ ഇത് കരിപ്പോട്ടി ഉണ്ടല്ലോ, പനശർക്കര, അതല്ലെങ്കിൽ പിന്നെ നമ്മളെ പനങ്കൽക്കണ്ട് ചേർത്താലും നല്ലതായിട്ട്. ഇത് അഴുക്കില്ലാത്ത
അങ്ങാടിയിൽ നിന്ന് തന്നെ മേടിച്ച നല്ല ശർക്കരയാണ് കേട്ടോ. ഒരു പൊടി അഴുക്കോ ഒന്നും മണ്ണോ കല്ലോ ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ. ഒരു പ്രത്യേകം പറഞ്ഞാണ് നമുക്ക് തരുന്നത്. എല്ലാം അങ്ങാടി കിട്ടും കേട്ടോ. എല്ലാ സാധനവും പച്ചമരുന്ന് കടയിൽ മേടിക്കാൻ കിട്ടും. ആയുർവേദ മരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടും. അത് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലും അങ്ങ് ഉരുക്കിയെടുക്കണ്ട, നേർത്തിരുന്നാൽ മതി. നമുക്ക് ഈ ശർക്കരപ്പാനിയും കൂടെ ഈ കൂട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊടിച്ചുകൊണ്ട് വരാം. നമ്മളെ ഷുഗറുണ്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമുക്കിനി ഇത് ഓരോന്ന് ചൂടോടുകൂടി ഓരോ ഉണ്ട പിടിച്ചു മാറ്റാം. ഇങ്ങനെ പിടിച്ചു മാറ്റാം. ഒരുണ്ട ഒരു ദിവസം, അങ്ങനെ 7 ദിവസം വെച്ചിട്ട് നമ്മൾ ഷുഗർ നോക്കുകയാണെങ്കിൽ ഷുഗറിന് നല്ല വ്യത്യാസം വരും കേട്ടോ. എല്ലാം നമുക്ക് ഇത് കണക്ക് ഉണ്ട പിടിക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. 2, 4, 6, 8, 10, 11. ഇനി ഞാൻ പിടിക്കാനുണ്ട് കുറച്ചും കൂടി. അത് ഞാൻ ഇനിയുണ്ട്. അപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള ഉണ്ടയാണ് ഞാൻ ഇന്ന് പിടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഒരു ദിവസം ഒരു ഉണ്ട ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഷുഗർ ചെക്ക് ചെയ്ത് നോക്ക്. നല്ല കുറഞ്ഞിരിക്കും. അതേ കണക്ക് തന്നെ ഇത് ഷുഗറുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എല്ലാവരും ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ. ഇത് അധികം മധുരം കാണത്തില്ല, കയ്പ്പ് കാണും എന്നും പറഞ്ഞ് കഴിക്കാതൊന്നും ഇരിക്കണ്ട. നല്ല രുചിയാണ്. ആ കയ്പ്പുണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.